ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും. വനിതാ ജഡ്ജി ഉൾപ്പെട്ട ബെഞ്ചാകും കേസുകൾ പരിഗണിക്കുക. എസ് ശ്രീകാന്തും എസ് വിജയകുമാറും തുടരുന്നുണ്ട്. ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പ്രധാനപ്പെട്ട പല മൊഴികളും വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു കമ്മിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ആ മൊഴിക്ക് നിയമപരമായ പിൻബലമില്ല. നിയമപരമായ പിൻബലമില്ലാത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്ക് എത്ര അളവ് മുന്നോട്ട് പോകാൻ കഴിയും? വേണു, അതിനൊരു സൂചന നേരത്തെ കോടതി നൽകിയിരുന്നു. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയെന്ന് അറിയിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിങ് ഹാജരാക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് കോടതി മുമ്പാകെ പറഞ്ഞത് സർക്കാരിൻ്റെ അഭിഭാഷക സംഘത്തെ നയിക്കുന്ന അഡ്വക്കേറ്റ് ജനറലാണ്. അദ്ദേഹം അക്കാര്യം ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ അതിൽ കോടതി ചോദിച്ചത് കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടോ അതിൽ എന്നുള്ളതാണ്. അതായത് സ്വമേധയാ പോലീസിന് കേസെടുക്കാവുന്ന ഒഫൻസ് അങ്ങനെയുള്ള മൊഴികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് കോടതി തിരക്കിയത്. ഇപ്പോൾ വേണു ചോദിച്ചതുപോലെ ഒരു റിപ്പോർട്ട്, നിയമസാധുതയില്ലാത്ത ഒരു കമ്മിറ്റി നടത്തിയ റിപ്പോർട്ടിന്മേൽ നടപടി എന്തായാലും എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരാശങ്കയുണ്ട്. പക്ഷേ അപ്പോഴും എന്തെങ്കിലും തരത്തിൽ കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്മേൽ കോടതിക്ക് ആക്ട് ചെയ്യുന്നതിനും അതിനുള്ള ഡയറക്ഷൻ നൽകുന്നതിനും സ്വാഭാവികമായും കോടതിക്ക് സാധിക്കും. വനിതകൾക്കെതിരായ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. പോക്സോ കേസ് അടക്കമുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. അതിന്മേൽ കേസെടുക്കാവുന്നതാണ്. ജാതി അധിക്ഷേപം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. അതിന്മേൽ കേസെടുക്കാവുന്നതാണ്. അങ്ങനെ നിരവധിയായ ഇടപെടലുകൾ നടത്താൻ കോടതിക്ക് ഇതിൽ സാധിക്കും. 4.5 വർഷമാണ് ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ മേശപ്പുറത്തിരുന്നത്. കോടതി ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് കേവലം ഹർജികൾ പരിഗണിക്കൽ അല്ല. 4.5 വർഷം നിങ്ങളുടെ മേശപ്പുറത്തിരുന്ന ആ റിപ്പോർട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു, ഞങ്ങളതിൽ ഇടപെടാൻ പോകുന്നു എന്ന കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. കോടതിക്കറിയാം അതിൽ ഏത് രീതിയിലൊക്കെ ഇടപെടാൻ സാധിക്കും, ഏത് രീതിയിലൊക്കെ അതിൽ ഡയറക്ഷൻസ് നൽകാൻ സാധിക്കും എന്നുള്ളത്. കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടോ എന്ന് കോടതി പരിശോധിച്ച് അതിന്മേൽ നടപടിയെടുത്താൽ പോലും ആ റിപ്പോർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ റിപ്പോർട്ട് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഏജ് തന്നെ വ്യക്തമാക്കിയത് അതിൽ ക്രിമിനൽ കുറ്റങ്ങൾ നടന്നതിന് തെളിവുണ്ട്, ക്രിമിനൽ കുറ്റങ്ങൾ നടന്നതിൻ്റെ മൊഴികളുണ്ട് എന്ന് ഏജിയാണ് വ്യക്തമാക്കിയത്. അത് തന്നെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യപ്പെടുത്തലാണ്, തെളിവാണ്. ഇനി ആ റിപ്പോർട്ട് കോടതിയിലേക്ക് വരട്ടെ എന്നേ പറയാനുള്ളൂ. വേണു, ഈ ഇടപെടൽ കൊണ്ട് കോടതി ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ആ റിപ്പോർട്ട് ഇനിയും നിങ്ങൾക്ക് പൂഴ്ത്തിവെക്കാൻ സാധിക്കില്ല, അതിന്മേൽ ഒരു ഇടപെടലും നിങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അതിൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകാൻ പോകുന്നു, ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഉണ്ടാകാൻ പോകുന്നു. ഞങ്ങളത് വായിക്കാൻ പോകുന്നു, വിലയിരുത്താൻ പോകുന്നു, അതിന്മേൽ ഡയറക്ഷൻസ് നൽകാൻ പോകുന്നു, നടപടിയെടുക്കാൻ പോകുന്നു. ഈ സന്ദേശം കോടതി നൽകിക്കഴിഞ്ഞു. സ്വാഭാവികമായും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രതിരോധത്തിലേക്ക് പോകും. സംസ്ഥാന സർക്കാരിന് അതിന്മേൽ കൈകടത്താനുള്ള, ഇടപെടൽ നടത്താനുള്ള സാധ്യത, സാഹചര്യം ഏറെക്കുറെ കുറയുകയും ചെയ്യും. സർക്കാരിന് സാധിക്കുന്ന കാര്യം ഇതിൽ നിയമപരമായി എന്തെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോടതി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ടൂൾ മാത്രമായി പോലീസ് മാറും. അതിനുള്ള ഡയറക്ഷൻസ് സ്വാഭാവികമായും കോടതി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടോ എന്ന് ആവർത്തിച്ച് കോടതി അന്ന് ചോദിച്ചത് നമ്മൾ കൃത്യമായി നോട്ട് ചെയ്തതാണ്. കാരണം കോടതിക്ക് ചില സംശയങ്ങളുണ്ട്. നിയമത്തിൻ്റെ തലനാഴിക കീറി കോടതി അത് പരിശോധിക്കും. ശേഷമായിരിക്കും ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമ സാധുതയുണ്ടോ ഇല്ലയോ എന്ന ചർച്ചകൾക്കപ്പുറം അതിന്മേൽ നിന്നുകൊണ്ട് കോടതി ചില തീരുമാനങ്ങൾ എടുക്കും. അത് ഈ അതിജീവിത മാരായി പുറത്തു വന്നിട്ടുള്ള ചില ആളുകളുണ്ട്, നടിമാരുണ്ട്, അവർക്കൊക്കെ നീതി വാങ്ങി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എസ് വിജയകുമാറും തുടരുന്നുണ്ട്. വിജയകുമാർ, സർക്കാരിൻ്റെ കൈവശം മാത്രമുള്ള റിപ്പോർട്ട്, സർക്കാർ അതുമായി ബന്ധപ്പെട്ടൊരു നയരൂപീകരണത്തിലേക്ക് പോകുന്നു, മന്ത്രിസഭ പിന്നീട് കോൺക്ലേവ് നടത്തുന്നു, അങ്ങനെ ട്രൈബ്യൂണൽ രൂപീകരണം, സിനിമാ നയരൂപീകരണം, അതിലേക്കൊക്കെ കടക്കുന്നു. അങ്ങനെ സർക്കാരിൻ്റെ മാത്രം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന ഘട്ടം ഇതോടെ അവസാനിക്കുകയാണോ? കോടതിയും ഇതിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി വരുന്നു, ഇടപെടൽ ശക്തിയായി വരുന്നു. ഇനി കോടതിയും സർക്കാരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഭാവി നടപടികൾ തീർപ്പാക്കുക, അങ്ങനെയാണോ കരുതേണ്ടത്? വേണു, ഇക്കാര്യത്തിൽ സർക്കാർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരികയും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നത്, അത് കോടതിയിൽ ഒരു ഹർജി വന്നതോടെ അത് കോടതിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിലേക്ക് അത് മാറ്റി നിർത്തുകയായിരുന്നു, അല്ലെങ്കിൽ മാറ്റി വെക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സിനിമ കോൺക്ലേവ് രൂപീകരിച്ച് അതിൽ സിനിമാ നയം, ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സിനിമ കോൺക്ലേവ് നടത്തുന്നത്. അത് യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി അതിന് യാതൊരു ബന്ധവുമില്ല.
അത് വേറൊരു സർക്കാരിൻ്റെ ഒരു ഏർപ്പാട് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഹേമ കമ്മിറ്റി ആദ്യം ആവശ്യപ്പെട്ടത് ഒരു ട്രിബ്യൂണൽ രൂപീകരിച്ച് ഇത്തരം പരാതികളിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പരാതിക്കാർക്ക് സ്വതന്ത്രമായി അവരുടെ പരാതി പറയുന്നതിനൊരു വേദി ഉണ്ടാക്കുകയും അത് കേട്ട ശേഷം ഒരു ജുഡീഷ്യൽ അധികാരത്തോടെയുള്ള ഒരു ട്രിബ്യൂണൽ അത് പരിശോധിച്ച് നടപടിയെടുക്കുകയും ചെയ്യട്ടെ എന്നതായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശ. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. പക്ഷേ അത്തരമൊരു ട്രിബ്യൂണൽ രൂപീകരിക്കാനുള്ള ശുപാർശ നിലനിൽക്കെയാണ് യാതൊരു ശുപാർശയും ഇല്ലാത്ത വിഷയം, അതായത് ഒരു കോൺക്ലേവ് നടത്തി സിനിമാ നയം രൂപീകരിക്കാൻ പോകുന്നു. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കോൺക്ലേവ് നടത്തി സിനിമാ നയം രൂപീകരിക്കാൻ പോവുകയാണെന്നാണ് സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി അത്തരമൊരു ആ മട്ടിൽ അങ്ങനെ ഒരു നയരൂപീകരണത്തെ പറ്റിയൊന്നും ആയിരുന്നില്ല അതിൻ്റെ പ്രഥമ പരിഗണന. അത് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇവിടുത്തെ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ആ കമ്മിറ്റി കണ്ടെത്തിയ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനൊരു ട്രിബ്യൂണൽ രൂപീകരിക്കുകയും വേണം. അപ്പോൾ കമ്മിറ്റി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ കമ്മിറ്റി ചെയ്യാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രിബ്യൂണലാണ്. ട്രിബ്യൂണൽ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സംഗതിയാണ് ട്രിബ്യൂണൽ. നമുക്കറിയാം പലതരം ട്രിബ്യൂണലുകൾ നാട്ടിലുണ്ട്. അപ്പോൾ അതേ നിലയിൽ അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടെ ഒരു ട്രിബ്യൂണൽ പ്രവർത്തിക്കുകയും ആ ട്രിബ്യൂണലിന് മുൻപാകെ ഈ പരാതികൾ വരികയും ആ ട്രിബ്യൂണൽ ആ പരാതി കേട്ട് ഉചിതമായ നിയമ നടപടികൾക്ക് ശുപാർശ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രിബ്യൂണലിൻ്റെ തീരുമാനം തെറ്റാണെന്ന് സർക്കാരിന് തോന്നിയാൽ സർക്കാരിന് കോടതിയെ സമീപിക്കാം. ഇനിയിപ്പോൾ അതിൽ പരാതിക്കാർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കുക. അപ്പോഴും അതിലൊരു ജുഡീഷ്യൽ ഇടപെടൽ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ജസ്റ്റിസ് കെ ഹേമ അതിലൊരു ട്രിബ്യൂണൽ എന്ന ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. അതിലേക്ക് പ്രശ്നങ്ങൾ എത്തണം. അതിന് സർക്കാർ ഈ ഘട്ടത്തിലും തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ കോടതിയിലേക്ക് വിഷയം എത്തുമ്പോൾ കാണേണ്ടത്. ശരി, എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. വനിതാ ജഡ്ജി അടങ്ങുന്ന പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. എസ് ശ്രീകാന്തും എസ് വിജയകുമാറുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.